ഷോയിബ് ബഷീർ എറിഞ്ഞ 100-ാം ഓവറിലെ 1-ാം പന്തിൽ സിംഗിൾ ഹാൻഡ് ഷോട്ട് വേലിക്കെട്ട് കിടക്കുമ്പോൾ ഋഷഭ് പന്ത് തൻ്റെ 7-ാം ടെസ്റ്റ് സെഞ്ചുറി നേടുകയായിരുന്നു. വിദേശ പിച്ചുകളിലാണ് കൂടുതൽ അപകടകാരിയെന്ന് വീണ്ടും തെളിയിക്കുന്ന ഇന്നിങ്സ്. ഹെൽമറ്റ് ഊരി ഗ്രൗണ്ടിൽ മലക്കം മറിഞ്ഞ് സെഞ്ചുറി നേട്ടം ആഘോഷിക്കുമ്പോൾ ഇതുവരെ വിമർശിച്ചവർ പോലും കൈയടിച്ചു. മോശം വാക്കുകൾ ഉപയോഗിച്ച് പരിഹസിച്ച സുനിൽ ഗവാസ്കറിനെ കൊണ്ട് അതിശയകരമെന്ന് വിളിപ്പിച്ചു പന്ത്. 146 പന്തുകളിൽ നിന്നാണ് ഋഷഭ് പന്ത് ടെസ്റ്റ് കരിയറിലെ 7-ാം സെഞ്ചുറി നേട്ടം സ്വന്തമാക്കിയത്. 4 സിക്സുകളും 10 ഫോറുകളും ഉൾപ്പെടുന്നതായിരുന്നു ആ ഇന്നിങ്സ്. പന്തിൻ്റെ ഇന്നിങ്സുകൾക്കൊരു മാതൃകതയുണ്ട്. എതിരാളികളെയും കാഴ്ചക്കാരെയും വണ്ടറടിപ്പിക്കുന്ന ഒരു പ്രത്യേകത. കളിക്കുന്നത് ടെസ്റ്റ് ആണെങ്കിലും ഇടയ്ക്ക് വൺ ഡേ മത്സരങ്ങളുടെ ലൈനിലാകും ബാറ്റിംഗ്, ചിലപ്പോൾ 20-20 മൂഡിലും. ടെസ്റ്റ് ആണെങ്കിലും ഒരിക്കലും മടുക്കില്ല ആ ഇന്നിങ്സ് കണ്ടിരിക്കാൻ. സിംഗിളുകൾ കണ്ടെത്തുന്നതിനിടെ ബൗണ്ടറികൾ പിറക്കും. ഷോട്ടുകളിലുമുണ്ട് ഒരു കാടൻ വനിത. ക്രീസിൽ വീണുകിടന്നും പന്ത് ബൗണ്ടറി ലൈനിലെത്തിക്കും. ലീഡ്സിൽ സെഞ്ചുറിയിലേക്ക് എത്തിയ ഷോട്ടും അത്തരത്തിലുള്ളതായിരുന്നു. ഇംഗ്ലീഷ് സ്പിന്നർ ബഷീറിനെ ഒറ്റക്കൈ ഷോട്ടിലൂടെ വേലിക്കെട്ട് കടത്തിയാണ് സെഞ്ചുറി ആഘോഷമാക്കിയത്. ആഴ്ചകൾക്ക് മുമ്പ് അവസാനിച്ച IPL സീസണിൽ പഴിയും പരിഹാസവും കൊണ്ട് തലകുനിച്ച് നടന്ന പന്ത് ഇംഗ്ലണ്ടിലേക്ക് വിമാനം കയറുമ്പോൾ ഇങ്ങനെയൊരു ഇന്നിങ്സ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതായിരുന്നു. കളി വിദേശത്തായതിനാൽ ഭയമില്ലാതെ ബാറ്റ് വീശാൻ കേമനാണ് പന്ത്. അത് പലകുറിയും തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ആദ്യം ജയ്സ്വാൾ, പിന്നാലെ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ, ഇന്നിപ്പോൾ ഋഷഭ് പന്ത്. വിമർശനം കടുക്കുമ്പോൾ ഒറ്റ ഇന്നിങ്സിലൂടെ തന്നെ തള്ളിപ്പറഞ്ഞവരെല്ലാം ഒപ്പം കൂട്ടുന്ന മാജിക് ഇന്നിങ്സാണ് എന്നും പന്തിൻ്റേത്. ഇംഗ്ലണ്ട് നായകൻ ബെൻ സ്റ്റോക്സിൻ്റെ കണക്ക് കൂട്ടൽ തെറ്റിക്കുകയാണ് ഇന്ത്യയുടെ ഈ യുവനിര. 1-ാം ദിനം 2 സെഞ്ചുറികൾ കണ്ട ലീഡ്സ് മൈതാനം 2-ാം ദിവസത്തെ ആദ്യ സെക്ഷനിൽ തന്നെ ഋഷഭ് പന്തിൻ്റെ സെഞ്ചുറി നേട്ടം ആഘോഷമാക്കുകയായിരുന്നു. ഓപ്പണറായി എത്തിയ ജയ്സ്വാളിൻ്റെ ഇന്നിങ്സ് പക്വതയുള്ളതായിരുന്നു. ഒരു ഘട്ടത്തിൽ പോലും മോശം ഷോട്ടുകൾ ആ ബാറ്റിൽ നിന്ന് പിറന്നില്ല. ബൗണ്ടറികൾക്കായി മോശം പന്തുകൾ തെരഞ്ഞെടുത്ത് വേലിക്കെട്ട് കടത്തി. 1 സിക്സ് മാത്രമാണ് ജയ്സ്വാളിൻ്റെ ബാറ്റിൽ നിന്ന് അതിർത്തി കടന്നതെങ്കിൽ 16 ഫോറുകൾ ബൗണ്ടറി ലൈൻ തൊട്ടു എന്നതാണ് ശ്രദ്ധേയം. ആക്രമിച്ചും പ്രതിരോധിച്ചും ബാറ്റ് വീശി ശുഭ്മാൻ ഗിൽ ഇംഗ്ലണ്ടിനെ വൻ പ്രതിരോധത്തിലേക്കാണ് തള്ളിയിട്ട്. ക്രീസിലെത്തിയതു മുതൽ ബൗണ്ടറികൾ നേടിക്കൊണ്ടിരുന്നു ഗിൽ. എന്നാൽ മറ്റൊരു സ്പെഷ്യൽ ഇന്നിങ്സാണ് ഋഷഭ് പന്തിൽ നിന്ന് ആരാധകർ കണ്ടത്. ടെസ്റ്റ് മത്സരങ്ങളിൽ പോലും വേഗത്തിൽ സ്കോർ ചലിപ്പിക്കാൻ ശേഷിയുള്ള 3 താരങ്ങളാണ് ലീഡ്സിൽ ഇംഗ്ലീഷ് പ്രതീക്ഷകൾക്ക് മേൽ കരിനിഴലായത്. ജയ്സ്വാളിന് പുറമെ ഗില്ലും പന്തും സെഞ്ചുറി നേടിയതോടെ മറ്റൊരു നാഴികക്കല്ലാണ് പിറന്നത്. ഏഷ്യയ്ക്ക് പുറത്ത് ഒരു ഇന്നിങ്സിൽ 3 ഇന്ത്യൻ ബാറ്റ്സ്മാരുടെ 3 സെഞ്ചുറികൾ. 1986 സിഡ്നിയിൽ ഗവാസ്കർ, ശ്രീകാന്ത്, മൊഹീന്ദർ എന്നിവർ സെഞ്ചുറി കുറിച്ചു. 2002 ഇംഗ്ലണ്ടിൽ രാഹുൽ ദ്രാവിഡ്, സച്ചിൻ തെണ്ടുൽക്കർ, സൗരവ് ഗാംഗുലി എന്നിവരും 3 അക്കം കണ്ടു. 2006 വെസ്റ്റ് ഇൻഡീസിലും സമാന നേട്ടം പിറന്നു. അന്ന് സെവാഗും ദ്രാവിഡും കൈഫുമാണ് സെഞ്ചുറി നേടിയത്. ഇന്നിപ്പോൾ ജയ്സ്വാളും ഗില്ലും പന്തും സെഞ്ചുറി നേട്ടം കുറിച്ചു. ലീഡ്സിലെ സെഞ്ചുറിയുടെ വേഗത്തിൽ 3000 റൺസ് തേക്കുന്ന ഏഷ്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായി മാറിക്കഴിഞ്ഞു പന്ത്. 76ാമത് ഇന്നിങ്സിലാണ് ഈ 26-കാരൻ ഈ നേട്ടം സ്വന്തമാക്കിയത്. MS ധോണി, കുമാർ സംഗക്കാര, മുഷിഫുൽ റഹീം എന്നിവരെല്ലാം ഈ നേട്ടത്തിലെത്താൻ ഏറെ സമയമെടുത്തു. കുമാർ സംഗക്കാര 78 ഇന്നിങ്സുകളിലും ധോണി 86 ഇന്നിങ്സുകളിലുമാണ് ഈ നേട്ടത്തിലെത്തിയത്. ദക്ഷിണാഫ്രിക്ക, ഇംഗ്ലണ്ട്, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ രാജ്യങ്ങളിൽ ഒരു ഏഷ്യൻ വിക്കറ്റ് കീപ്പറുടെ ഏറ്റവും ഉയർന്ന ടെസ്റ്റ് റൺസ് നേട്ടവും പന്ത് സ്വന്തമാക്കുകയാണ്. മുൻ ഇന്ത്യൻ നായകൻ MS ധോണിയുടെ റെക്കോർഡും പന്ത് മറികടന്നു. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ വിക്കറ്റ് കീപ്പർ എന്ന ധോണിയുടെ റെക്കോർഡാണ് പന്ത് മറികടന്നത്. ധോണിയുടെ ക്രെഡിറ്റിൽ 6 ടെസ്റ്റ് സെഞ്ചുറിയുണ്ട്. ലീഡ്സിലെ സെഞ്ചുറിയുടെ പന്ത് ഈ നേട്ടം മറികടന്നു. ഏതൊരു ഘട്ടത്തിലും തന്നെ വിശ്വസിക്കാമെന്ന് ആവർത്തിച്ച് തെളിയിക്കുകയാണ് പന്ത്. ഇംഗ്ലണ്ടിലെ ലീഡ്സിൽ പന്ത് ഒരു വട്ടം കൂടി അത് തെളിയിച്ചു കഴിഞ്ഞു. വൈസ് ക്യാപ്റ്റൻ കുപ്പായം കൂടി ലഭിച്ചതോടെ പന്ത് കൂടുതൽ ഉത്തരവാദിത്തമുള്ള താരമായി മാറിക്കഴിഞ്ഞു. അതിനാൽ ഇനിയും വമ്പൻ ഇന്നിങ്സുകളും ആ ബാറ്റിൽ നിന്ന് പിറക്കുമെന്ന് ഉറപ്പാണ്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം, എല്ലാം ഇനി സമയത്തിൽ.